എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് വെറൈറ്റി ആണ് വീട്ടിൽ വെക്കാൻ പറ്റുന്നത്. സ്ഥലമില്ലാത്ത കുറവുള്ളവർക്കും തന്നെ വെക്കാൻ പറ്റും. വലിയതായിട്ട് നമുക്ക് വെട്ടി പ്രൂണൊക്കെ ചെയ്ത് നിർത്തിയാൽ തന്നെ ചെറുതായിട്ട് നിന്നോളും. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലുപ്പമുള്ള പഴച്ചെടിയാണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിയോൺ എക്സോട്ടിക്സ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് വേസ്റ്റ് ചെടികളെ കുറിച്ചായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല പഴച്ചെടികളെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ. അപ്പോൾ നമ്മളങ്ങനെ പുതിയ നമ്മുടെ സീരീസ് തുടങ്ങുകയാണ്, വീട്ടിൽ വെക്കാൻ പറ്റുന്ന നല്ല ചെടികളെ കുറിച്ച്. അപ്പം വേസ്റ്റ് ചെടികളെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുത്തേക്കാം, പോയി കാണുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡാണ് വീട്ടിൽ വെക്കാൻ പറ്റുന്ന നല്ല ചെടികളെ കുറിച്ചുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും നല്ല വെറൈറ്റി അങ്ങനെയൊന്നും കാറ്റഗറൈസ് ചെയ്തല്ല, കൊള്ളാവുന്ന ഒരു 5 വെറൈറ്റിയെ കുറിച്ച് പറയുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സീരീസ്. പിന്നെ ഏറ്റവും അവസാനം ഒരു ചെടിയെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ അതിന് 10-ൽ എത്ര മാർക്ക് കൊടുക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അത് എൻ്റെ ഒരു ഇത് വെച്ചാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് താമസിക്കുന്നില്ല, നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പേരയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർ അറിയാം, എനിക്ക് പേര ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സാധനമാണ്. ഇവിടെ തന്നെ ഞാനൊരു 20 വെറൈറ്റിയിൽ മണ്ടയ്ക്ക് പേര വളർത്തുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് വെറൈറ്റി ആണ് വീട്ടിൽ വെക്കാൻ പറ്റുന്നത്. സ്ഥലമില്ലാത്ത കുറവുള്ളവർക്കും തന്നെ വെക്കാൻ പറ്റും. വലിയതായിട്ട് നമുക്ക് വെട്ടി പ്രൂണൊക്കെ ചെയ്ത് നിർത്തിയാൽ തന്നെ ചെറുതായിട്ട് നിന്നോളും. ഒരു ബെസ്റ്റ് സാധനം തന്നെയാണ് പേര. ഞാൻ ഒത്തിരി ഓവറായിട്ടൊന്നും പറയുന്നില്ല, കാരണം എൻ്റെ വീഡിയോക്കകത്ത് മിക്ക വീഡിയോയും പേരയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം കൊള്ളാവുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം VNR വെക്കാം. ഇതാണ് നമ്മുടെ VNR. കണ്ടില്ലേ, VNR പൂത്തും ചെറിയ കായൊക്കെ ഉണ്ട്, മണ്ടലൊക്കെ അപ്പുറത്തൊക്കെ കാവ് നിൽപ്പുണ്ട്, ഇത് കണ്ടില്ലേ, നല്ലൊരു വെറൈറ്റിയാണ് VNR. പിന്നെ അതുണ്ട് ഇപ്പുറത്ത് നമ്മുടെ തായ്ലൻഡ് പിങ്ക് ഉണ്ട്, എല്ലാം കായ്ച്ചടമുണ്ട്. പിന്നെ നമ്മുടെ ജപ്പാൻ പേരയുണ്ട്, പിന്നെ അർക്കാക്കിരനുണ്ട്. അങ്ങനെ ഇഷ്ടത്തിന് വെറൈറ്റി ഉണ്ട്. ഞാനിപ്പം പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 4 വെറൈറ്റിയാണ് ഇപ്പം പറഞ്ഞത്. ഇതല്ലാതെ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന VNRന് തന്നെ റെഡ് ഉണ്ട്, പിന്നെ ബ്ലാക്ക് ഡയമണ്ട് ഉണ്ട്, ഹോങ്സിയാൻസും ഉണ്ട്. അങ്ങനെ കുറേ വെറൈറ്റി പുതിയതും വരുന്നുണ്ട്. അപ്പം ഒരു പേടിയും കൂടാതെ വെക്കാം. ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ പേരയ്ക്ക. ഞാൻ എൻ്റെ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 7.5 10-ൽ. നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലുപ്പമുള്ള പഴച്ചെടിയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ചക്ക. കണ്ടില്ലേ, കാഴ്ച കിടക്കുന്ന കണ്ടില്ലേ, ഇത് നമ്മുടെ വിയറ്റ്നാമിലെ കേട്ടോ. ഇപ്പം തന്നെ ഒരു 5 ചക്ക കിട്ടിയിട്ടുണ്ട്, ഇനിയും കിടപ്പുണ്ട് ഒരു 5-8-10 പിന്നെ. അപ്പം ചക്കയുടെ യൂസിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് പറയുമൊന്നും വേണ്ട, ഇഷ്ടത്തിന് യൂസാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക പഴമായിട്ട് കഴിക്കാം, പുഴുക്കുണ്ടാക്കാം, നമുക്ക് തോരൻ വെക്കാം, പായസം ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, അങ്ങനെ വേണ്ട എത്ര ഡിഷസ് ഉണ്ടാക്കാം ഇത് വെച്ച്. ഇപ്പം നമ്മുടെ ചക്ക ഉത്സവമൊക്കെ നടപ്പുണ്ട്. പിന്നെ ആശാൻ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞിട്ട് മറുനാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ താരമാണ് കേട്ടോ. പിന്നെ 2-3 ചുള വാങ്ങണമെങ്കിൽ തന്നെ നല്ല പൈസ കൊടുക്കണം. ദുബായിലൊക്കെ നിന്നവർക്കറിയാം, ഞാൻ എസ്പെഷ്യലി കണ്ടിട്ടുണ്ട് കേട്ടോ. ദുബായ് മാർക്കറ്റിലും ലുലുവിലും ഒക്കെ അവിടുത്തെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് ചെയ്ത് വിൽക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം വിയറ്റ്നാമിൽ വെച്ചിട്ടുണ്ട്, J33 ഉണ്ട്, നങ്കടാക്ക് ഉണ്ട്, അങ്ങനെ കുറച്ച് വെറൈറ്റി വെച്ചിട്ടുണ്ട്. ഇതല്ലാതെ തന്നെ ഇവിടെ ഓൾറെഡി ഒരു 10-12 വലിയ പ്ലാവ് നിൽപ്പുണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. അപ്പോൾ ഇതിവിടെ നിൽക്കുന്ന ഒരു കൂഴച്ചക്ക കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വേവിക്കാനാണ് എടുക്കുന്നത്, അതല്ലാതെ പിന്നെ നമ്മുടെ പശുവിന് തീറ്റയായിട്ട് കൊടുക്കാനും. പിന്നെ ഇതിൻ്റെ ചക്കയുടെ ഇലയും നമുക്ക് പശുവിന് വാടിനും എന്തെങ്കിലുമൊക്കെ അതിനും കൊടുക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര യൂസാണ് നമ്മുടെ ചക്കയ്ക്ക്. നമുക്ക് താഴെ നിൽക്കുന്ന വരിക്കയും കൂടെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വരിക്കപ്ലാവ്. കുറേ വർഷങ്ങളായിട്ടുണ്ട് കേട്ടോ, നല്ല വലുതായിട്ടുണ്ട്. സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും പോകാൻ പറ്റത്തില്ല, അതുകൂട്ട് ചക്കയായിരിക്കും ഇവിടെ ഫുള്ളും. ഇതാണ് നമ്മൾ പഴിപ്പിക്കാൻ എടുക്കുന്നത് കേട്ടോ, നല്ല ബെസ്റ്റ് സാധനമാണ്. ആരൊക്കെ നമ്മുടെ ബന്ധുക്കാരൊക്കെ വരുവാണേലും ഇതിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ചക്കയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കക്കുരുവില്ലേ, കുരുവിന് വരെ വിഭവമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മുടെ ചക്ക മെഴുക്കുവരട്ടി, എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. അങ്ങനെ യൂസസ് പറഞ്ഞാൽ തീരത്തില്ല. അപ്പം കുറേ ഗുണങ്ങളുള്ള സാധനമാണ് നമ്മുടെ ചക്ക. പോകുന്ന വഴിക്ക് ഇനിയും കുറേ നിപ്പുണ്ട് കേട്ടോ, എല്ലാം ഒന്നും കാണിക്കാൻ സമയമില്ല, എങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് ഒന്നുകൂടെ കാണാം. നമുക്ക് ഇതാണ് നമ്മുടെ അടുത്ത പ്ലാവ് കേട്ടോ. കുറേ പ്ലാവുകളുണ്ട്, എല്ലാം ഒന്നും കാണിക്കാനൊന്നും പറ്റില്ല, വീഡിയോ നീണ്ടു പോകും. ഇത് നമ്മൾ പഠിപ്പിക്കാൻ എടുക്കും കേട്ടോ, ഇത് നമ്മുടെ വരിക്കയാണ്. അപ്പം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വെറൈറ്റി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ കംബോഡിയന്, J33, പിന്നെ വിയറ്റ്നാം എർലി. ഇത് മൂന്നുമാണ് എനിക്കിപ്പം ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് പുതിയ വെറൈറ്റികളൊക്കെ ഇഷ്ടത്തിന് വരുന്നുണ്ട് കേട്ടോ.
AVR എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി ഉണ്ട്. അത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ അത് നല്ല ടേസ്റ്റ് ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ ചക്കയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 9.5 ആണ്. ഇത്രയേറെ യൂസും ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കാരണമാണ് നമ്മൾ ഇത്രയും റേറ്റിംഗ് കൊടുക്കുന്നത് നമ്മുടെ ചക്കയ്ക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചക്ക വെച്ച് നിങ്ങൾക്ക് അറിയാവുന്ന വിഭവങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക, എന്തൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാവിൻ്റെ ഒരു യൂസ് കൂടെ പറയാൻ മറന്നു കേട്ടോ. നമ്മളിവിടെ വലിയൊരു പ്ലാവ് ഉണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി വർഷങ്ങളായിട്ട് നിൽക്കുന്നൊരു പ്ലാവ്, ഒരു കൂഴപ്ലാവ്, നല്ല വലിയ ഹൈറ്റൊക്കെ നല്ല തടിവണ്ണമൊക്കെ ആയതായിരുന്നു. അപ്പോൾ നമ്മുടെ വീട് പണിയായപ്പോൾ നമ്മളത് കട്ട് ചെയ്തു. ഇപ്പം അവൻ നമ്മുടെ വീട്ടിലിരിക്കുന്നു. അങ്ങനെ ഇഷ്ടത്തിന് യൂസ് ഉണ്ട് നമ്മുടെ പ്ലാവിന്. അപ്പോൾ നമുക്കിനി അടുത്തതിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലെ അടുത്ത ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഴപ്പഴമാണ്. വാഴപ്പഴം എന്ന് പറഞ്ഞാൽ ബെറി ഫാമിലി പെടുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ പാളാനാണ്, പാളാനായിട്ടുണ്ട്. ബൊവ്വാൽ സാർ ഇന്നലെ വന്ന് ഒരു പഴം കഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം വെട്ടാം. നമ്മൾ കൊല വെട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മളെന്ന് പറഞ്ഞാൽ പാളാനുണ്ട്, പൂവനുണ്ട്, ഞാലിയുണ്ട്, ഏത്തക്കയുണ്ട്, റോബസ്റ്റയുണ്ട്, തേൻകാളിയുണ്ട്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതൊന്നും ഞാൻ വെക്കുന്നതല്ല, ഇതൊക്കെ അച്ഛൻ വെക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ യൂസസ് ഒന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. പഴം കഴിക്കാം, പിന്നെ നമ്മുടെ ഇതിൻ്റെ ഇലയാണേലും നമുക്ക് പശുവിനും എന്തിനെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. അതുമാത്രമല്ല, ഓണ സീസണൊക്കെ ആകുമ്പോഴത്തേനും പിന്നെ കൊലയ്ക്കും നല്ല മാർക്കറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയ്ക്കും. സദ്യ എല്ലാം ഉണ്ണാൻ വേണ്ടി ഇതിന് ഭയങ്കര റേറ്റിലാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ഏത്തയും കൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് എളുപ്പം ഒന്ന് സ്പീഡപ്പ് ആക്കണം കേട്ടോ. അതിന് വേണ്ടിയാണേ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഏത്തയും കൂടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഏത്തയ്ക്ക, കണ്ടില്ലേ, കുറേ എണ്ണം നിപ്പുണ്ട്, ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിൻ്റെ നമ്മുടെ കൂമ്പ് നമുക്ക് ഉപയോഗിക്കാം, തോരൻ വെക്കാനും എന്തിനേലുമൊക്കെ. അതിനകത്ത് ഇച്ചിരി മുട്ടയൊക്കെ ഒട്ടിച്ച് എടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ വെറൈറ്റി ആയിട്ടോ. അപ്പോൾ ഇതിനും കുറേ യൂസസ് ഉണ്ട്. ഇതാണ് നമ്മുടെ കൂമ്പ്. ഏത്തയുടെ കൂമ്പാണ് ഏറ്റവും നല്ലത്. ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ, കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് വാഴ ഇഷ്ടത്തിന് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ വാഴയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 7.5 ആണ്. സോ ഇന്നത്തേക്കുള്ളതായി. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഓക്കെ, അടുത്ത നമ്മുടെ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓമയ്ക്കയാണ്. ഓമയ്ക്ക, പപ്പായ, കപ്ലങ്ങ, അങ്ങനെ ഏകദേശം ഒരു 50-ൽ കൂടുതൽ പേരിൽ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന സാധനമാണ് നമ്മുടെ ഓമയ്ക്ക. നമുക്ക് ആദ്യം നമ്മുടെ ഇവിടെ നിൽക്കുന്ന പ്ലാന്റ് കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ ഓരോ ഓമയ്ക്ക കേട്ടോ. ഇവിടെ ഏകദേശം 5 ഓമയുണ്ട്, നാടൻ വെറൈറ്റി. പിന്നെ ഓമയ്ക്കയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ള നല്ലൊരു സൂപ്പർ ഫ്രൂട്ടാണ്. നമുക്കിത് പച്ചയായി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് തോരനും വെക്കാം. ഇത് കുറേ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇതിൽ. നമ്മൾ തോരൻ വെക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. ഇവിടെ അങ്ങനെ നിർത്തി പഴുപ്പിക്കത്തൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളികൾ ഇതെല്ലാം വന്നങ്ങ് കൊത്തും. അത് കാരണം നമ്മൾ തോരൻ വെക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അപൂർവമായിട്ട് നമ്മൾ പഴുപ്പിച്ച് കഴിക്കാറുള്ളൂ. നമുക്കെന്നാൽ ബാക്കി നിൽക്കുന്നത് കൂടെ ഒന്ന് നോക്കാം. ഇവിടെ നമ്മളിവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓമയ്ക്കയാണ്, കണ്ടില്ലേ. പിന്നെ ഇത് നമ്മുടെ റെഡ് ലേഡിയുടെ തൈയാണ് കേട്ടോ. കുറേ ഓമയുടെ വെറൈറ്റീസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. റെഡ് ലേഡി പണ്ട് തൊട്ടേ ഉണ്ട്. ഇപ്പം നമ്മുടെ ഗോൾഡനേറ്റ് ഒക്കെ ഉണ്ട്, നല്ല മഞ്ഞ കളറിരിക്കുന്ന, കാണാൻ നല്ല സുന്ദരമായിട്ടുള്ള ഓമയ്ക്ക. ബാക്കിയൊക്കെ താഴെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പോകാൻ സമയമൊന്നുമില്ല, എളുപ്പം തീർക്കണം, വീഡിയോ ലെങ്ത് കൂടുവാണ്. അപ്പോൾ ഞാൻ ഇതിന് കൊടുക്കുന്ന റേറ്റിംഗ് 7 ആണ് കേട്ടോ. അപ്പോൾ കടത്തിലോട്ട് പോകാം, ലാസ്റ്റ് വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ അവസാന ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് 2 വെറൈറ്റി ഉണ്ട്, യെല്ലോയും റെഡും ഉണ്ട് കേട്ടോ. നമ്മൾ റെഡിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യെല്ലോ വെറൈറ്റിയാണ്. അതിനാണെങ്കിൽ ഇച്ചിരി ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഇത് നിങ്ങൾ വെക്കാൻ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് കഴിച്ചു നോക്കുക കേട്ടോ. കാരണം ചിലർക്കൊന്നും ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം കഴിച്ച് നോക്കിയിട്ട് വെക്കുക. നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൽ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്ന കാണാനൊക്കെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോക്കകത്ത് ഇതുപോലെ തന്നെ 5 വെറൈറ്റി നമ്മൾ പരിചയപ്പെടുത്തും, വീട്ടിൽ വെക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റീസ്. അപ്പം ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.